നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള ഒരു വേക്കൻസി അല്ല. ഈ വേക്കൻസിയൊക്കെ ഞാൻ ഡെയിലി ഓരോ വേക്കൻസിയുടെ വാട്സ് ഇടും, വീഡിയോ ഇടും. നിങ്ങൾ ചിലരത് അപ്ലൈ ചെയ്യും, ചിലർ അപ്ലൈ ചെയ്യത്തില്ല. പകുതി കേട്ടിട്ട് പോകും, അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് കണ്ടിട്ട് പോകും. അപ്ലൈ ചെയ്യുന്നവർക്ക് ചിലർക്കൊക്കെ ആ ജോലി കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. അപ്പം കിട്ടുന്നവര് നന്ദി പറഞ്ഞ് മെസ്സേജ് ഇടും, കിട്ടാത്തവര് ഞാൻ ഈ ചെയ്യുന്നതെല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും. അപ്പൊ ഇതാണ് എന്നും കണ്ടു. പക്ഷെ ഇതിനെക്കാട്ടി നിങ്ങൾ ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് നമുക്ക് നോക്കിയാലോ? കാര്യം ഇതൊരു നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അല്പം പൈസ വേണം. ഒരു 25,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഇനിഷ്യൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങിയാൽ മതി. നിങ്ങൾ ഒരു ജോലിയും ചെയ്യണ്ട, ഈ പൈസ മുടക്കുക, നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുക. അങ്ങനെയുള്ള ഒരു ജോലിയെ പറ്റി നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് 25,000 രൂപ നിങ്ങൾ ആർക്കും, ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ആർക്കും ഒരു പ്രൈവറ്റ് പാർട്ടിക്കോ അങ്ങനെയുള്ള ആർക്കും നിങ്ങൾ കൊടുക്കേണ്ട. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, സെറ്റിൽ ചെയ്യുക, നിങ്ങളുടെ ആ പരിപാടി തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഒരു മെച്ചം നിങ്ങൾ കണ്ടു കഴിഞ്ഞേ എനിക്ക് മെസ്സേജ് ചെയ്യാവുള്ളൂ. നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ഈ ഒരു ബിസിനസ് നമ്മുടെ നാട്ടിൽ അധികം ആരും ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇപ്പം എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഞാൻ ആലപ്പുഴയുടെ ഒരു ഗ്രാമമായ നെടുമുടിയിലാണ്. ഞാൻ നെടുമുടിയിൽ നിന്ന് ഈ കാര്യത്തിന് വേണ്ടി ഞാൻ ആലപ്പുഴ ടൗണിൽ പോയാണ്. എൻ്റെ അടുത്ത ടൗൺ ആലപ്പുഴയാണ്. അപ്പൊ അവിടെ പോയാണ് ഞാനത്. അപ്പൊ നമ്മുടെ ഒരു ഗ്രാമങ്ങളിലോ ടൗണിലോ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്താൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും, നല്ലതായിരിക്കും. അധികം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുമില്ല. നമുക്ക് ഡെയിലി വരുമാനം കിട്ടുന്ന ഒരു നല്ലൊരു ബിസിനസ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാര്യം എന്നും വീഡിയോ ഈ മറ്റുള്ള വേക്കൻസി ഒക്കെ ഇടുന്നതിനെക്കാട്ടിൽ ഒരു പ്രാവശ്യം നമ്മൾ നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് വേറെ ആരെ ആശ്രയിക്കാതെ, ഒരുത്തന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാതെ, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മൾ അത് ചെയ്യുക, ഇഷ്ടമില്ലാത്തപ്പോൾ ചെയ്യേണ്ട, ബാക്കിയുള്ള സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ജോലിയെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതെന്ത് ജോലിയാണ്? നമുക്കറിയാം, നമ്മുടെ ഇപ്പം ഒരു സാധാരണക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കടയിടുക. പലചരക്ക് കട എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയും, ഒരിക്കലും നിങ്ങൾ പലചരക്ക് കട ഇട്ട് അതിൽ ആ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യല്, നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ ചേട്ടൻ ചെയ്ത് കുത്തുവാള എടുത്ത ഒരു ബിസിനസ്സാണ് പലചരക്ക് കട. അതായത് സപ്പോസ് നിങ്ങൾ 1 കിലോ പഞ്ചസാര ഞാനൊരു അപ്രോക്സിമേറ്റ് അത് 1 കിലോയ്ക്ക് 40 രൂപ എനിക്കത് കിട്ടി. ഞാൻ എൻ്റെ കടയിൽ വിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ അനിയന്റെ കടയിൽ വിറ്റുകൊണ്ടിരുന്ന ആ സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ കടയിൽ വിറ്റുകൊണ്ടിരുന്ന ആ 1 കിലോ പഞ്ചസാര 40 രൂപയ്ക്കാണ് ഞാൻ വിറ്റുകൊണ്ടിരുന്നത്. എനിക്ക് കിട്ടുന്ന 40 രൂപ ഞാനത് പർച്ചേസ് ചെയ്ത് ഞാൻ ആലപ്പുഴ ടൗണിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ അത് 38 രൂപ. എനിക്ക് 38 രൂപ കിട്ടും. 1 കിലോ പഞ്ചസാരയിൽ 50 കിലോയുടെ ചാക്കാണ് അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നത്. അപ്പം 50 കിലോ പഞ്ചസാര ഞാൻ ഒന്നിച്ചെടുക്കണം, എന്നാലേ എനിക്ക് 2 രൂപ 1 കിലോയിൽ എനിക്ക് ലാഭം കിട്ടത്തുള്ളൂ. അപ്പം 38 രൂപയുടെ 1 കിലോ പഞ്ചസാരയ്ക്ക് 38 രൂപ വരുന്ന അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അതിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ ചെറിയ ചെറിയ സാധനങ്ങൾ അവൻ വാങ്ങിച്ചു വെക്കുമായിരുന്നു. കാര്യം അടുത്തുള്ളവർ വന്ന് വാങ്ങിക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള. അപ്പൊ ഈ 50 കിലോ പഞ്ചസാരയിൽ 25 കിലോയും പറ്റുകാർ കൊണ്ട് അയലോക്കത്തുള്ളവർ വരും. ഒരിക്കലും നമുക്കത് ഇല്ല, തരത്തില്ല, പറ്റത്തില്ല എന്ന്. ഇപ്പൊ കുറച്ച് നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയില്ല, പൈസ തീർക്കെന്നാലേ. പക്ഷെ അതല്ലാതെ അയൽവക്കക്കാരാ പറ്റാൻ വന്നാൽ നമുക്കത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, നമ്മൾ കൊടുക്കും. അപ്പോൾ ഒരു 10 കിലോയെങ്കിലും അതിനകത്ത് ആ ഒരു രീതിയിൽ പോകും. പിന്നെ എനിക്ക് 2 രൂപ ഞാൻ പറഞ്ഞു, 1 കിലോ പഞ്ചസാരയിൽ എനിക്ക് കിട്ടുന്ന 2 രൂപയാണ്. ഈ 2 രൂപയ്ക്ക് പഞ്ചസാരയുടെ കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ പഞ്ചസാരയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് പഞ്ചസാര അധികം ചിലവില്ലാത്ത അത് കണക്ക് തന്നെ മറ്റുള്ള സാധനങ്ങളെല്ലാം ഇപ്പം പലചരക്ക് കടയിൽ അധികം ചിലവില്ല. അപ്പം ഈ പഞ്ചസാര എന്ന് പറയുന്ന ഇപ്പോൾ ആരും കഴിക്കാറില്ല. ചിലർ വാങ്ങിക്കുകയാണെങ്കിൽ 1/4 കിലോ വാങ്ങിക്കും, അല്ലെങ്കിൽ ഹോട്ടലുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ഇത് വിറ്റുപോകത്തുള്ളൂ. അപ്പൊ അവര് നമ്മളോട് ഈ ചെറിയ കടകളിൽ വന്ന് വാങ്ങിക്കത്തില്ല. അവര് അതിന്റെ ഹോൾസെയിൽ കടയിൽ പോയി മൊത്തം
ആയിട്ട് അവരെടുക്കും. അപ്പം ഈ 2 രൂപയുടെ എനിക്ക്, അതായത് 1 കിലോ പഞ്ചസാര ഇങ്ങനെ ഡയബറ്റീസിന്റെ രോഗമുണ്ട്, അങ്ങനെ മറ്റുള്ള രോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഉപയോഗം കുറവാണ്. അപ്പൊ കടയിൽ വന്ന് വാങ്ങിക്കുന്നവര് 1 കിലോ പഞ്ചസാര വാങ്ങിക്കാൻ 4 പേരാണ് വരുന്നത്. 4 പേര് വരും 1 കിലോ പഞ്ചസാര വാങ്ങിക്കാൻ. ഈ 4 പേർക്കും ഞാൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ഒന്നെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ വെറുതെ പഞ്ചസാര ഇങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല, അത് പൊതിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ചെറിയ പാക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അപ്പം ഇതിനുള്ള ഒരു വഴി എനിക്ക് അതിന്റെ ആ ഒരു ചെലവുണ്ട്. അതുകൂടാതെ ഈ 50 കിലോ അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ വെക്കുന്ന, എൻ്റെ കടയിൽ വെക്കുന്നിടം വരെയുള്ള ഒരു ചെലവുണ്ട്. ഇത് കൂടാതെ എനിക്ക് ഒരുത്തനെ നിർത്തണം. ഇപ്പൊ ഞാൻ തന്നെ ആ ഒരു കടയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ തന്നെ കൊണ്ടുവരുന്നു, ഞാൻ തന്നെ വിൽക്കുന്നു, എനിക്ക് വേറെ ഒരു പണിയും ചെയ്യുവാൻ പറ്റത്തില്ല, എന്റെ കാര്യങ്ങൾ നടക്കത്തില്ല. എനിക്കൊരു കല്യാണം ഉണ്ടായിട്ട് പോകാൻ പറ്റില്ല, ഞാൻ കട അടച്ചിട്ട് പോകണം. അത് കണക്ക് തന്നെ വേറെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കട അടച്ചിട്ട് പോകണം. അപ്പം 3 അവിടെ നമുക്ക് ലോസ് വരുന്നത്. ഒന്ന് പറ്റുപോകും, പറ്റ് വാങ്ങിക്കാൻ ചിലരുണ്ട് നമ്മുടെ അയലോക്കക്കാർ, ഒരു പ്രാവശ്യം പറ്റിയാൽ പിന്നെ ആ ഒരു വഴിക്ക് കാണത്തില്ല, ചോദിച്ചാൽ പറയും ഇപ്പം വരും. നമ്മളോട് കടം വാങ്ങിക്കുന്നവരുണ്ട്, അവരും നമ്മളോട് അത്യാവശ്യമാ എന്ന് പറഞ്ഞിട്ട് എന്നോട് പലരും കടം വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫ് അഡ്മിറ്റ് ആണ്, പൈസ താ. അത് ഒരിക്കലും വൈഫ് അഡ്മിറ്റ് അല്ല, നമ്മൾ ആ പറച്ചിൽ കേട്ട് നമ്മൾ അയലോക്കക്കാരനായതുകൊണ്ട് കൊടുക്കും. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ പൈസ കൊണ്ടുപോയിരുന്ന് അടുത്തുള്ള ബിവറേജിൽ നിന്ന് സാധനം വാങ്ങിച്ചടിക്കുക. അത് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ അവന്റെ ആ സങ്കടപ്പെട്ട മുഖം കാണുമ്പോൾ നമ്മൾ കൊടുത്തു പോകും. അപ്പം അത് കണക്ക് തന്നെ ഈ പറ്റാൻ വരുന്നവൻ ഒരു പ്രാവശ്യം പറ്റിയാൽ ചിലപ്പോൾ ആ വഴിയിലേക്ക് കാണത്തില്ല. നമ്മൾ ഈ ഒരു 1/4 കിലോ പഞ്ചസാര അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര അല്ലെങ്കിൽ 100 രൂപയുടെ കാര്യത്തിന് വേണ്ടി ഒരുത്തനോട് വഴക്കിടാൻ പോകുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുവാനും നമുക്ക് പറ്റത്തില്ല. അപ്പൊ ആ ഒരു 100 രൂപ അങ്ങനെ അങ്ങ് പോയി. അപ്പം അത് കണക്ക് തന്നെ ഈ ഇത് നമ്മൾ തുണിക്കട ഇടുകയാണെന്ന് വിചാരിച്ചു, നിങ്ങൾ നല്ല ലാഭമാണ്. നിങ്ങളൊരു ജീൻസ് വിൽക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിങ്ങൾ 500 രൂപയുടെ ഒരു ജീൻസ് വാങ്ങിച്ചാൽ 200 രൂപ നിങ്ങൾക്ക് അതിനകത്ത് ലാഭം കിട്ടും. 300 രൂപയെ നിങ്ങൾക്ക് ചെലവുള്ളു, ബാക്കി 200 രൂപ നിങ്ങൾക്ക് ലാഭമോ, അല്ലെങ്കിൽ 100 രൂപ കുറഞ്ഞ നിങ്ങൾക്ക് ലാഭമോ. പക്ഷെ നിങ്ങൾക്ക് അത് കണക്ക് നമ്മൾ ആ ലംസം എമൗണ്ട് നമ്മൾ മുടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കുവാനായിട്ട്, ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് വളരെ വിപുലീകരിച്ചുള്ള ഏരിയ നമുക്ക് വേണം. പിന്നെ മെയിൻ പ്രശ്നം ഇവിടെ ഇത് ക്ലോത്തിന്റെ ഒരു കച്ചവടത്തിൽ അങ്ങനെ പറ്റി കൂടുതൽ പോകാറില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴും നമുക്ക് ഈ നമുക്ക് എവിടെങ്കിലും പോകണം, നമുക്കൊരു കല്യാണത്തിന് പോകണം, നമുക്കൊരു അത്യാവശ്യത്തിന് പോകണം, നമുക്കൊരു അസുഖം വന്ന്, അപ്പൊ നമുക്ക് ഈ കട അടച്ചിട്ടിട്ടേ നമുക്ക് പോകുവാൻ പറ്റത്തുള്ളൂ. ഒരുത്തനെ നിർത്തിയ അവന് നമ്മൾ പൈസ കൊടുക്കണം. അപ്പം ഈ ഒരു 2-3 അത് കണക്ക് തന്നെ നമ്മൾ ചപ്പലിന്റെ ചെരുപ്പിന്റെ കട തുടങ്ങിയാലും വളരെ തുച്ഛമായ വരുമാനം അതിൽ നിന്ന് കിട്ടുന്നത്. അവിടെയും നമുക്ക് ഇത് കണക്കുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ഒരു പുതിയ പദ്ധതി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 10-25,000 രൂപ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ വേണം ഈ ഒരു സംരംഭം ആരംഭിക്കുവാൻ വേണ്ടിയിട്ട്. ആ പൈസ നമ്മൾ മുടക്കിയാൽ നമുക്ക് എന്നും അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ആരോടും ഒരു വഴക്കിനും പോകണ്ട, ഒന്നിനും പോകണ്ട. ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, അതായത് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം വൈറ്റ് കോളർ ജോലി ചെയ്യുന്നവരാ. അതായത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കട്ടിങ് ഷേവിങ്, ഈ ഒരു കാര്യമാണ് ഞാൻ അവതരിപ്പിക്കുക. നിങ്ങൾ കട്ടിങ് ഷേവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു നാട്ടിലെ രീതി അനുസരിച്ച് നമ്മൾ അത് വെറും പാവപ്പെട്ടവനായ ഒരു ആളുകൾക്ക്, അത് ചെയ്യുന്ന ഒരു കുലത്തിന് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിരിക്കുന്നതാണ്, വേറെ ആരും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കണം, ടൗണുകളിൽ ആ ഒരു ഷോപ്പ് നടത്തുന്നയാള് ഒരിക്കലും കട്ടിങ്ങോ ഷേവിങ്ങോ ചെയ്യുന്നില്ല, അവര് ആളിനെ വെച്ച് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് അതിൽ നിന്നുള്ള വരുമാനം അവർക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുക ഞാൻ ഇത്രയും ഞാൻ ഗ്രാജുവേറ്റ് വരെ പഠിച്ച്, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ഈ ഒരു സ്ഥിതിയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജാതിയാണ്, ആ ജാതി ഈ ഒരു സ്പിരിറ്റൊക്കെ അവിടെ വരും. അപ്പം ഞാൻ ഇതിന് പോയാൽ എങ്ങനെയാണ്, എന്നെ ആൾക്കാർ എന്തു പറയും? ഈ പറയുന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അക്കിടി പറ്റിയാൽ, അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം പട്ടിണി കിടന്നാൽ ഈ പറയുന്നവരാരും നമുക്ക് ഒരു നേരത്തെ ആഹാരം തരത്തില്ല. അപ്പം നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ മുൻകൈ ഇട്ട് ഇറങ്ങണം. എത്രയോ പേര് നേരത്തെയൊക്കെ എൻ്റെ ഒരു കൊച്ചിലെയൊക്കെ മീൻ വിൽപ്പനയ്ക്കായിട്ട് ഒരു പ്രത്യേകം, ഇപ്പം അവർ
നായ്ക്കളെ കൊണ്ടുവന്ന ഒരു പ്രത്യേക ആൾക്കാരാണ്. പക്ഷെ നിങ്ങൾ ഇപ്പം നോക്കിയിട്ടുണ്ടോ, എല്ലാ ജംഗ്ഷനിലും മീൻ വിൽക്കുന്ന അത് ഇത് ഹിന്ദുക്കളായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അവിടെ ഒരു വ്യത്യാസമില്ല. എല്ലാവരും അവരുടെ വീട് കൊണ്ടുപോകാനുള്ള ആ ഒരു എന്നത്തെയും ആ ഒരു ആഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് അവർ ജോലി ചെയ്യുന്നു. അവിടെ നമ്മൾക്ക് ജാതിയോ മതമോ അല്ലെങ്കിൽ ഇത് ദരിദ്രനോ സമ്പന്നനോ ഒന്നുമില്ല, ചെയ്യുന്നുണ്ട്. ഇപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ. ഇതൊന്നും ചെയ്യാതെ നമ്മൾ നമ്മുടെ വൈറ്റ് കോളറും നമ്മുടെ ജാതിയും നമ്മുടെ പ്രൗഢിയും ഒക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഇത് കണക്ക് അതപ്പതിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്, നിങ്ങൾ കട്ടിംഗ് ഷേവിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ഒരു 2-3 റൂം എടുക്കുക. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു 2-3 റൂം, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കഴിയുന്നത് ഒരു റോഡ് സൈഡിലായിരിക്കുക. നിങ്ങൾ ടൗണിലാണെങ്കിൽ വളരെ നല്ലത്, അല്ല ടൗണിലല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമത്തിലാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു റോഡിന്റെ സൈഡിലായിരിക്കാം, അല്ലെങ്കിൽ വില്ലേജിലെ വഴികളുടെ സൈഡിലായിരിക്കാം. തീർച്ചയായിട്ടും അതിനടുത്ത് തന്നെ വളരെ ചിലവ് കുറഞ്ഞ റൂമിനെന്നൊക്കെ പറഞ്ഞ് ഇപ്പം വളരെ അതായത് ഒരു 2 തട്ട് പോലെ ഉണ്ടാക്കിയാലും റൂമാവും. അതാ ഞാൻ പറഞ്ഞത് ഒരു 10-25,000 രൂപ വേണമെന്ന്. അവിടെ നിങ്ങൾ മുടിവെട്ടുകാർ, അധികം ബംഗാളികളെ, ഇപ്പം ബംഗാളികൾ ഒരുപാട് പേരുണ്ട്. 2 പേരെ നിങ്ങൾ വിളിക്കുക. കിട്ടുന്ന പൈസ അവർക്ക്, അതിൽ നിന്ന് നമുക്ക്, അതായത് ഒരു ദിവസം അവർക്ക് ഒരു 20 പേര് തീർച്ചയായിട്ടും ഒരു കടയിൽ ഒരു ദിവസം വന്നിരിക്കും. അപ്പം അവർക്കൊരു 1000 രൂപയുണ്ടായാൽ നിങ്ങൾക്ക് 500 രൂപയും 100 രൂപ നിങ്ങൾ വാങ്ങിച്ചോണം. അപ്പം 1000 രൂപ അവരുണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 200 രൂപ ഒരു ദിവസം നമുക്ക് ഒന്നും അറിയാതെ നമ്മുടെ പെട്ടിയിൽ 200 രൂപ വീഴും. ഇത് ഞാൻ ഒരു കടയുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ 2-3 കടയിട്ടിട്ട് അവിടെ 2-3 ജോലിക്കാരെ കൂടെ വെക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും അറിയുന്ന, നിങ്ങൾ മാനേജർ അല്ലെങ്കിൽ നിങ്ങൾ മുതലാളിയാണ്, അവരെ കൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യിച്ചിട്ട് ആ വർക്കിൽ നിന്ന് കിട്ടുന്ന ഇൻകം നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു 10-25,000 രൂപ മുടക്കാൻ തയ്യാറായിരിക്കണം. കാര്യം അതിന്റെ കണ്ണാടി, മറ്റുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണം, കസേര ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് 2 പേർക്ക് ചെയ്യുവാൻ. അപ്പം ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന നെടുമുടിയാണ്. നെടുമുടിയിൽ ഞാൻ എനിക്കൊന്ന് മുടി വെട്ടണമെങ്കിൽ ഞാൻ അവിടുന്ന് ആലപ്പുഴ പോയാൽ വെട്ടിക്കുന്ന കാര്യം, അവിടെ വെട്ടുകാരില്ല. ഒരാൾ ഉണ്ടായിരുന്നു, റോഡ് സൈഡിലിരുന്ന് മുടി വെട്ടിക്കൊണ്ടിരുന്നതാണ്. ആ പുള്ളിയപ്പം റോഡ് ഉയർത്തി, നിങ്ങൾക്കറിയാം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പൊക്കം കൂട്ടിയപ്പോഴത്തേക്ക് സൈഡിൽ ഇത് കണക്കുള്ള ചെറിയ കച്ചവടക്കാരും അല്ലെങ്കിൽ ഇത് കണക്കുള്ള മുടിവെട്ടുകാർക്കും ഒക്കെ ഒരുത്തനെ ഉള്ളായിരുന്നു ഞങ്ങളുടെ ആ ഏരിയ. അതായത് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുമ്പോൾ പാറശ്ശേരി, നെടുമുടി, അങ്ങനെയുള്ള ഏരിയ എല്ലാം കൂടെ വലിയൊരു ഏരിയ. അവിടെ ഒരാളെ ഉള്ളായിരുന്നു ഇത് കണക്ക് മുടി വെട്ടാൻ. ആ പുള്ളി ഇപ്പം പുള്ളിയുടെ വീട്ടിലിരുന്ന് വെട്ടുമ്പോഴത്തേക്ക് പുള്ളിക്ക് നല്ല കടയൊന്നുമില്ല. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവർ അങ്ങോട്ട്, അതും ഇച്ചിരി റോഡ് സൈഡിൽ നിന്നും ഇച്ചിരി അകത്തോട്ട് പോകും. അപ്പൊ അവിടെ ആരും ചെല്ലത്തില്ല. ഇപ്പം ഒരുമാതിരിപ്പെട്ടവരൊക്കെ മുടി വെട്ടണമെങ്കിൽ ഒന്നെങ്കിൽ മങ്കമ്പി പോവും, അല്ലെങ്കിൽ മങ്കമ്പെന്ന് പറഞ്ഞെടുത്ത് പോകും, അല്ലെങ്കിൽ നെടുമുടിയിൽ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നാലും കുറച്ച് പേരൊക്കെ ആലപ്പുഴ പോയാ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും താൻ ഈ ഒരു ബിസിനസ്സിനെ പറ്റിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഒരിക്കലും. നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, നമുക്ക് മറ്റുള്ള ഇപ്പം നമ്മൾ കക്കാൻ പോകത്തില്ല, അല്ലെങ്കിൽ അതിന് പോകല്, അല്ലെങ്കിൽ മറ്റുള്ളവനെ വഞ്ചിക്കാൻ പോകല്, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള പേ പിടിച്ച ജോലികൾ ചെയ്യുന്നതിൽ അത് വേണ്ട. പക്ഷേ നമുക്ക് അന്തസ്സായ രീതിയിൽ നമ്മളൊരു മുതലാളിയായിട്ടിരുന്നുകൊണ്ട് നമ്മുടെ പെട്ടിയിൽ പൈസ വീഴുകയും മറ്റുള്ളവർ നമുക്ക് വേണ്ടി ജോലി ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ അനിയൻ തുണിക്കട നടത്തി, പലചരക്ക് കട നടത്തി, ചപ്പലിന്റെ കട നടത്തി, ഇതൊന്നും വിജയിച്ചില്ല. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരാൾ ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഞാൻ അവനോട് പറഞ്ഞ് അവനിപ്പോൾ സന്തോഷമായിട്ട്, അവന് വലിയ പണക്കാരനൊന്നും ആയില്ല, നോർമൽ രീതിയിൽ അവൻ ഇത് വർക്ക് ചെയ്ത് ജീവിക്കുന്നു. അവന് പൈസ കിട്ടുന്നുണ്ട്, അവനൊരു പ്രശ്നവും ഇല്ല. അവൻ കാറ് വാങ്ങിച്ച്, അത് കണക്ക് തന്നെ അവൻ വാടക വീട്ടിലായിരുന്നു, അവൻ സ്വന്തമായിട്ട് പെരയുണ്ടാക്കി. ഇതൊക്കെ 1-2 വർഷം കൊണ്ടാണ് നടന്നത്. അവൻ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത് നടത്തുന്നു എന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല. അപ്പൊ ഈ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എന്ന് ഞാൻ വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. അപ്പം ഇന്ന് ഈ ഒരു രീതിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പരിപാടി ചെയ്യുവാനുള്ള
ഒരു കാര്യം നടത്തുവാനുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുവാനുള്ള ഒരു ചെറിയ ജോലി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വന്നത്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു നല്ല കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇത് കണക്കുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകളുമായിട്ട് ബിസിനസ്സിൻ്റെ ആ ഒരു ഇതുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.